ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്ന പോലത്തുള്ള ഓട്ടട. അപ്പം നമ്മൾ ആദ്യമേ അരിയൊക്കെ അരച്ചതൊക്കെ ഒന്ന് കാണിക്കാൻ വിട്ടുപോയി. അപ്പം അരിയൊക്കെ അരച്ചിട്ട് അതിനകത്തോട്ട് അമ്മ തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അരി അരച്ചതും തലേന്ന് രാത്രിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് അരച്ച് അതിനകത്തോട്ട് തേങ്ങ ചിരണ്ടിയതും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലേ ചീയപ്പത്തിൻ്റെ, അതുപോലെ തന്നെയുള്ള കൂട്ടാണ്. പക്ഷേ ചീയപ്പത്തിന് ഇത്തിരി ലൂസായിട്ടുള്ള ഇതുണ്ട്, ഇതിലും കുറച്ചും കൂടെ ലൂസായിരുന്നു ചീയപ്പത്തിനുള്ളത്. ഇപ്പം നമുക്ക് ഒരു അരമുറി തേങ്ങയാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചീയപ്പം ഉണ്ടാക്കുന്ന വീഡിയോസിലേക്ക് കാണിക്കാം കേട്ടോ. ഇപ്പം നല്ല മഴയല്ലേ, മഴ വന്നത് അതുകൊണ്ട് നമ്മൾ പുറത്താണ് എപ്പോഴും ഇത് ഓട്ടട അതുപോലെ ചോറ് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കുന്നതെല്ലാം നമ്മൾ പുറത്താണ്. അപ്പം നമ്മുടെ ഏഞ്ചൽ ഇതുണ്ടോ, വാ, ഇതാണ് നമ്മുടെ ഏഞ്ചൽ കുട്ടി കണ്ടോ. ഏഞ്ചൽ കിണറിൻ്റെ സൈഡിൽ കൂടെ, ഇത് നമ്മുടെ കിണറാണ്. അപ്പോൾ കിണറിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ഏഞ്ചൽ നടക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ അടുപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അടുപ്പൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്ന് വെച്ചാൽ ചോറ് വെക്കാനും കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനും ഇങ്ങനെയുള്ള കാപ്പിക്കൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് മാത്രമേ നമ്മൾ ഈ പുറത്തുള്ള ഈ വിറകടുപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും വിറകടുപ്പിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ തേങ്ങയൊക്കെ ഇട്ട് ഇനിയിപ്പം നല്ലവണ്ണം ഇതുണ്ടോ, മൺചട്ടിക്ക് ഓട്ടട ഉണ്ടാക്കുന്ന മൺചട്ടിക്കാണ്. അപ്പം മൺചട്ടി നല്ലവണ്ണം ചൂടായി കിടക്കുക. അപ്പം നമുക്ക് ഇതിനകത്ത് എണ്ണയോ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ സൈഡിൽ തന്നെ കണ്ടോ കൊടംപുളി, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള കൊടംപുളി ഉണക്കാനിട്ടേക്കോ. കുറേ ഉണക്കി വാരി വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഉണങ്ങി കിടക്കുന്ന ഏകദേശം കുറച്ച് ഉണക്കായിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം ഉണങ്ങിയ ശേഷം കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ എല്ലാം നല്ലവണ്ണം തിരുമ്മി വെയിലത്ത് വെച്ചിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് ഉണക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കറി വെക്കുന്നതിനോ പുളികളൊക്കെ ഇട്ട് വെക്കേണ്ട എന്ത് കറിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുണ്ടോ, നല്ല ഉണങ്ങി കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ മൺചട്ടി ശരിക്ക് ചൂടാണ് കേട്ടോ. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് ആണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പം മൺചട്ടി ശരിക്ക് ചൂടാവണേ. ശരിക്ക് പരത്തൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ അളവ് തവിയാണ്. ഇതുകൊണ്ടോ, ഇതാണ് നമ്മുടെ അളവ് തവി. അപ്പം ഈ ഒരു തവിക്ക് ഒരു തവി അതിൻ്റെ മാവ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരുപാട് പരത്തുകയില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പം ഒരുപാട് നമ്മുടെ ആൾക്കാരുടെയൊക്കെ അടുക്കളയിൽ ഗ്യാസല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന പോലുള്ള ടേസ്റ്റ് ഒരിടത്തും ഒന്നിനും കിട്ടൂല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം വിറകടുപ്പിലുണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ വിറകടുപ്പിൽ നമ്മുടെ ഓട്ടട ഉണ്ടാക്കുന്നു. അപ്പം ഇതുകൊണ്ടോ കൊടംപുളി ഒരുപാട് കൊടംപുളി, നമുക്കൊരു വലിയ മരമുണ്ട് കൊടംപുളിയുടെ. അപ്പം മരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന പുളികൾ വിറക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഉണക്കുന്നത്. അല്ലാണ്ട് കയറി പറിക്കാനൊന്നും കഴിയില്ല, വലിയ മരമാണ്. ഇതാണ് നമ്മുടെ അമ്മ. അപ്പം അമ്മ രാവിലെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് രാമായണം, കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ, ഇതൊക്കെ വന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴൊക്കെ രാമായണമൊക്കെ അമ്പലങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് കാണുന്നത്. പക്ഷേ വീടുകളിലും പണ്ടത്തെ തലമുറ എന്ന് പറയുമ്പോൾ വീടുകളിലും രാമായണം വായിക്കുന്ന പ്രതീതിയാണ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇതുണ്ടോ, ഇനി മോള് ഇതുണ്ടോ പുറത്തുകൂടെ ഇറങ്ങി ഇതുണ്ടോ, സഞ്ചാരം. ബാബാ ഇങ്ങോട്ട് വന്നേ.
ലൂണയുണ്ട് കേട്ടോ. ലൂണയും മിന്നിമോൾക്ക് ഭയങ്കര സന്തോഷം. ഈ പുറത്തുകൂടെ നടക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ നല്ല വണമുണ്ടല്ലോ. ഇതുപോലെ നല്ല തീ വേണേ. തീ ഉണ്ടെങ്കിലാണ് ഓട്ടട വന്നിട്ട് എണ്ണ ഒഴിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതുകൊണ്ടോ ഉണ്ടോ, ഇതാണ് നമ്മുടെ കൊമ്മളകളൊക്കെയുള്ള നമ്മുടെ ഓട്ടട. ഇത് കണ്ടോ, അതിനകത്തൊട്ടമ്മ. ഇനി അടുത്തൊരു ഓട്ടടയിലേക്ക്. അപ്പോൾ ഒരു ഓട്ടടയെന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണമൊക്കെ തിന്നാൽ മതി കേട്ടോ. നല്ലോണം വയറ് നിറയും. കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാം കേട്ടോ. കാരണം തേങ്ങ ഒരുപാട് ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് തേങ്ങ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഓട്ടട. ഇതാണ് ഇന്ന് സൺഡേ. കറികളൊന്നുമില്ല കേട്ടോ. നല്ല ചൂട് കടുങ്കാപ്പിയും നമ്മുടെ ഓട്ടടയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ല അടുപ്പിലൊക്കെ നല്ല അടുപ്പും ഭാഗത്ത് കയറി ഇരിക്കാൻ തോന്നുക. കാരണം നല്ല മഴയല്ലേ. മഴയായതുകൊണ്ട് പണ്ടുള്ള ആൾക്കാരെങ്ങനെയാണ് അടുപ്പും ഭാഗത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും അടുപ്പും ഭാഗത്ത് ഇരിക്കാനായിട്ട് ഒരാഗ്രഹം. അപ്പം ഞാൻ അടുപ്പും ഭാഗത്ത് കയറിയിരിക്കട്ടെ. അപ്പം ഓട്ടട ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ. അപ്പം ഒന്നും കൂടെ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ നമ്മുടെ ഓട്ടട ഇട്ട് കാണിക്കാം. ആഹാ, നല്ല ചൂടാട്ടോ. നോക്കി, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല ഓട്ടട. നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്. എൻ്റെ പുറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല കട്ടിപ്പാട്ടുള്ള ഓട്ടടയാണ്. അപ്പം 2 ഓട്ടട നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ഓട്ടടകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി അങ്ങ് നിറയ്ക്കട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഹാപ്പി സൺഡേ നേരുന്നു. ഓക്കെ, ബൈ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.